കോവിഡ് കാലത്തിന് ശേഷം നമുക്ക് പണിയും പേരും ഒന്നുമില്ല കുട്ടിയിരുന്ന സമയത്ത് തുടങ്ങിയ ഒരു പരിപാടിയാണിത്. അന്ന് എൻ്റെ ഫാദറിൻ്റെ കാലത്ത് ഏതാണ്ട് 100 വർഷം 150 വർഷങ്ങൾക്ക് മുന്നേ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പല സാധനങ്ങൾ എൻ്റെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് എനിക്ക് കിട്ടാതെ ഞാനതെല്ലാം ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. അതോടനുസരിച്ച് ചെറിയ പതുക്കെ ഓരോ കാര്യങ്ങൾ ഇതിൽ നിന്ന് ശേഖരിക്കാൻ തുടങ്ങി. അപ്പം ഈ സമീപത്തുള്ള ആക്രിക്കടകളിലെല്ലാം കയറുമായിരുന്നു. ആക്രിക്കടകളിൽ കയറി അവിടെ നിന്ന് കിട്ടാവുന്ന പഴയ സാധനങ്ങളെല്ലാം ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇതിനകത്ത് എനിക്ക് പ്രിയപ്പെട്ട സാധനങ്ങളെന്ന് പറയുന്നത്, ഒന്ന് ഇതൊരു അലമാരിയുണ്ട്. ഇതിനൊരു 10-100 വർഷം പഴക്കമുണ്ട്. ഈ വേദഗ്രന്ഥങ്ങൾ അതിനും 150-160 വർഷങ്ങൾ പഴക്കമുള്ളതാണ്. പിന്നീട് ഇതിലെ ക്ലോക്കുകൾ, ഈ ക്ലോക്കിനും 10-100 വർഷമുണ്ട്. ഇത് എൻ്റെ കുടുംബത്തിൽ വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. നഷ്ടപ്പെട്ടതാണ്, എങ്കിലും അത് റിപ്പയർ ചെയ്ത് ഞാൻ ശരിയാക്കി എടുത്താണ്. പിന്നെ എനിക്ക് പല സ്ഥലങ്ങളിലും ചിലപ്പോൾ എൻ്റെ കൊച്ചുമക്കളുടെ അടുത്ത് പോയപ്പോൾ മക്കളുടെയും കൊച്ചുമക്കളുടെയും അടുത്ത് പോയപ്പോൾ അവരും ചില സാധനങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വാങ്ങി എനിക്ക് തന്നിട്ടുണ്ട്. അമേരിക്കയിൽ ഓസ്ട്രേലിയയിൽ ഉണ്ട്. പിന്നെ ഞങ്ങളെ ഓസ്ട്രേലിയയിലും അമേരിക്കയിലും ഇന്ത്യയിലും കൂടി ഞങ്ങൾ ടൂർ പോയപ്പോൾ എൻ്റെ ഹോബി കണ്ടുകൊണ്ട് അവിടെ നിന്ന് നമ്മുടെ പിള്ളേരും കൊച്ചുമക്കളും എനിക്ക് ചില കാര്യങ്ങൾ വാങ്ങി തന്നിട്ടുണ്ട്. അതെല്ലാം കൂടാണ് ഇവിടെ കൂട്ടി വെച്ചിട്ട് ഈ രീതിയിലാക്കിയിരിക്കുന്നത്. അതിനകത്ത് ഒരു 70-80% സാധനങ്ങളും ആക്രിക്കടകളിൽ നിന്നും എടുത്തുകൊണ്ട് വന്നിട്ടുള്ളതാണ്. ആക്രിക്കടകളിൽ നിന്നും എടുത്തുകൊണ്ട് വരുന്നത് ആദ്യം ഞാൻ കെമിക്കൽ ഉപയോഗിച്ച് ഒന്ന് വൃത്തിയാക്കും. അത് കഴിഞ്ഞ് പോളിഷ് ചെയ്യും. എല്ലാം കുറച്ചൊക്കെ മെനക്കേടാണ്. ആ മെനക്കെട്ട് വൃത്തിയാക്കി ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കും.
കുഴപ്പമില്ല. ആദ്യം ഇതിൻ്റെ ഹാൻഡിൽ നമ്മളൊരു 5-10 പ്രാവശ്യം കറക്കണം. കറക്കിയതിന് ശേഷം ഇതിൻ്റെ ഒരു ബ്രേക്കാണ്, ബ്രേക്ക് റിലീസ് ചെയ്യുക. അപ്പോൾ ഇത് കറങ്ങാൻ തുടങ്ങും. ഇതിൻ്റെ സൗണ്ട് ബോക്സ് അതെടുത്ത് നീടിലുണ്ട്. ഇത് പഴയതാണെങ്കിൽ ഇതൊക്കെ ഇതിലേക്ക് വെക്കുക. എൻ്റെ മലയാളം റെക്കോർഡില്ല, അതുകൊണ്ട് മലയാളത്തിൽ എഴുതുന്നു. അങ്കിളിൻ്റെ ഒരുപാട് പഴക്കമുള്ള പണപ്പെട്ടി ഉണ്ടെന്ന് പറയുന്നു. ഇതാണ് പണ്ട് കാലത്ത് കാരണവന്മാർ ഉപയോഗിച്ചിരുന്ന പണപ്പെട്ടിയാണിത്. ഈ പണപ്പെട്ടിക്കകത്ത് തുറക്കുമ്പോൾ ഇതിനകത്ത് ഒരുപാട് അറകളുണ്ട്. ഇതിനകത്ത് നമ്മളെ പിന്നെ ആധാരം അങ്ങനെ ഇങ്ങനെയൊക്കെ സൂക്ഷിക്കുക. സ്വർണം, വെള്ളി എന്ത് വേണമെങ്കിൽ ഇതിനകത്ത് പല പല അറകളുണ്ട്. ഈ അറകൾക്കകത്ത് എല്ലാ സാധനങ്ങളും സൂക്ഷിക്കാം. ഇതും വേണേ പൊക്കി ഇതിനകത്ത് വേറൊരു അറയുണ്ട്. ഇതിൻ്റെ പഴക്കം എന്തുമാത്രം കാണും? ഇതിൻ്റെ പഴക്കം ഒരു 10-100 വർഷമെങ്കിലും കാണും. ഇത് പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചെല്ലപ്പെട്ടി, പുകയില, വെറ്റില, പാക്ക് ഇതെല്ലാം ഇട്ടുകൊണ്ടിരുന്ന സാധനമാണിത്. അത് വെറ്റ മുറുകിയിട്ട് തുപ്പുന്ന ഓളാമ്പി. ഇത് പണ്ട് കാരണവന്മാർ വെച്ചുകൊണ്ടിരുന്ന ചുരുട്ടി വെക്കുന്ന പെട്ടിയായിരുന്നു ഇത്. ചുരുട്ടൊക്കെ വെച്ചുകൊണ്ടിരുന്ന ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇതിനകത്ത് ചുരുട്ട്, സിഗരറ്റ്. ഇത് സിഗരറ്റൊക്കെ ആഷ്ട്രയാണിത്. ഇത് ലൈറ്ററാണ്, പഴയ ലൈറ്റർ. ഈ ആഷ്ട്ര ഇതും ഒരാഷ്ട്രയാണ് ചെരുപ്പിൻ്റെ. ഇത് ചെറിയ മടിക്കുറ്റിൽ വെച്ചുകൊണ്ട് പോകുന്ന ചെല്ലപ്പെട്ടിയാണ്. ഇത് പല രാജ്യങ്ങളിലെ കോയിന്, നമ്മുടെ ബാങ്കിൻ്റെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിൻ്റെ ടോക്കണ്, പിന്നെ എല്ലാം പല രാജ്യങ്ങളിലെ കോയിനുകളാണ്. ഇത് നമ്മുടെ പഴയ കാലത്തെ കോയിനുകളാണ്. ഇത് നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ പോയപ്പോൾ അവരുണ്ടാക്കിയ അവരുടെ ടോക്കണാണിത്. ഇത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു നാണയമാണ്. ഇതെല്ലാം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നാണയമാണ്. പിന്നെ ഇത് വേറെ ഏത് രാജ്യത്തിൻ്റെ ആണോ ഈ കണക്കുള്ള കോയിനുകൾ. ഇതെല്ലാം അമേരിക്ക, അവിടുന്ന് ഇവിടുന്ന് ഉള്ള കോയിനുകളാണ് മൊത്തം. പല കൺട്രീസിൽ നിന്നും വന്ന ആൾക്കാർ വരുമ്പോൾ നമുക്ക് തന്നിട്ടുള്ള കോയിനുകളാണ്. ഇത് നമ്മൾക്ക് കിട്ടിയിട്ടുള്ള നോട്ടുകളാണ് രാജ്യത്തിൻ്റെ. ഇത് നമ്മുടെ ഇന്ത്യയിലെ നോട്ടുകൾ 1, 2, 3 ഇങ്ങനെ കുറേ നോട്ടുകൾ. 20, 100ൻ്റെ ഒന്നും ഞാൻ വെച്ചിട്ടില്ല. ഇത് അമേരിക്കയുടെ ഉണ്ട്, പല രാജ്യങ്ങളിൽ നമുക്ക് തന്നിട്ടുള്ളതാണ്. പിള്ളേർ വരുന്ന കളക്ട് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ് ഇതെല്ലാം. ഇങ്ങനെ ഇത് കുറച്ച് വിശുദ്ധ ഗ്രന്ഥങ്ങളുടെ കളക്ഷനാണ്. ഇത് സുറിയാനിയിലുള്ളതാണ്. ഈ പുസ്തകത്തിന് കുറഞ്ഞതൊരു 150 വർഷത്തിൻ്റെ പഴക്കമെങ്കിലും കാണും. അതുപോലെ തന്നെ ഇത് നമ്മുടെ
പിന്നെ ഫാദർ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ഫാദർ ഒരു അച്ഛനായിരുന്നു. അച്ഛൻ പള്ളിയിൽ ഉപയോഗിച്ചിരുന്ന ഒരു പുസ്തകമാണിത്. ഇത് ഒരു പാസ്പോർട്ടാണ്. എൻ്റെ സഹോദരിയുടെ ഭർത്താവ് മലേഷ്യക്ക് പോയപ്പോൾ 1952 പാസ്പോർട്ടാണ്. 1952 കേരളം ആയിട്ടില്ല. ഇത് തിരുക്കൊച്ചിയുടെ പാസ്പോർട്ടാണ്. ഇത് സുറിയാനി മലയാളം നിഘണ്ടുവാണ്. 1892 പ്രിൻ്റ് ചെയ്തതാണ്. അത് 140 വർഷങ്ങളായി. അതുപോലെ തന്നെ ഇതൊരു ഇൻവിറ്റേഷൻ കാർഡാണ്. 1949 1949. ഇതിനൊരു പ്രത്യേകത കൂടി ഞാൻ കണ്ടുകൊണ്ട് വെച്ചിരിക്കുന്നത് 28/5/1949. എൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും അത് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ഇത് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്.